മൗര്യ സാമ്രാജ്യത്തിലെ പതിവേല രാജൻ അപൂർവമായ തേയില രോഗം സ്ഥിരീകരിച്ചു. പരിഹാരമായി മഹാവൈദ്യം നിർദ്ദേശിച്ചത് കടലും കായലും സംഗമിക്കുന്നിടത്തു നിന്ന് ലഭിക്കുന്ന അപൂർവയിന തേൻതുള്ളിയും. രാജന്റെ അവസ്ഥ ഗുരുതരമായതുകൊണ്ട് തന്നെ യുവരാജൻ തേൻ ശേഖരിക്കാനായുള്ള യാത്ര പുറപ്പെട്ടു. കൂടിയ ശൈത്യവും വേനലും കടന്ന ആ യാത്രാമധ്യേ രാജനൊരു തടസ്സം നേരിട്ടു. മുന്നിൽ കണ്ട വലിയ മലയിലേക്ക് പിടിച്ചു കയറിയപ്പോ പെട്ടെന്നത് ചലിക്കാൻ തുടങ്ങി. കാറ്റിന്റെ വേഗതയെ ചെറുത്തു നിൽക്കാനായി പെട്ടെന്ന് കണ്ട മൃദുലമായ പ്രതലത്തിൽ പിടുത്തം മുറുക്കിയ രാജൻ അപ്രതീക്ഷിതമായി കിട്ടിയ അടിയിൽ ദൂരേക്ക് തെറിച്ചു വീണു. കാരണം +2 റിസൾട്ട് വന്നപ്പോൾ എഴുതിയ മുഴുവൻ വിഷയങ്ങളിലും തോറ്റതിന് അച്ഛന്റെ കയ്യിൽ നിന്ന് മടിയും വാങ്ങിയിറങ്ങി ഓടിയ അപ്പുവിന്റെ ലൂണാർ ചെരുപ്പിലായിരുന്നു രാജൻ മലയെന്നും പറഞ്ഞ് കയറി ചെന്നത്. ചൂരലുകൊണ്ട് കിട്ടിയ അടിയുടെ പുറമെ കട്ടുറുമ്പിന്റെ കടിയും കൂടെ കിട്ടിയപ്പോൾ ദേഷ്യം വന്ന അപ്പു തെറിച്ചു വീണ ഉറുമ്പിനെ ചവിട്ടി കൊല്ലാൻ കാലുപൊക്കി. പക്ഷെ പെട്ടെന്ന് അവൻ ആ ഉറുമ്പ് കിടക്കുന്ന സ്ഥലത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. മഞ്ചേരി KMIT ഇൻസ്റ്റിറ്റ്യൂട്ടില് 10 +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി കോഴ്സ്, ഒപ്പം ആഡ് ഓൺ കോഴ്സായ ലാപ്ടോപ്പ് സർവീസ് കോഴ്സും പഠിക്കാൻ അവസരം. 8 മാസത്തെ കോഴ്സിന് ശേഷം 100% പ്ലേസ്മെന്റ് അഷുറൻസും നൽകുന്നു. അപ്പു KMIT കുറിച്ച് അറിഞ്ഞ അതേ സമയത്താണ് കൊട്ടാരത്തിൽ നിന്നുമുള്ള സന്ദേശം രാജനടുത്തേക്ക് എത്തിയത്. രാജ്യത്തെത്തിയ ഒരു വൈദ്യസഞ്ചാരിയിൽ നിന്നും ലഭിച്ച ഒറ്റമൂലിയുടെ ഫലമായി രാജന് പുരോഗതി ഉണ്ടത്രേ. ആ സന്തോഷത്തിൽ ഏകാഗ്രമായി പഠിക്കാനുള്ള അനുഗ്രഹം അപ്പുവിന് നൽകിക്കൊണ്ട് യുവരാജൻ യാത്രയായി. അങ്ങനെ KMITയിലെ കോഴ്സ് കഴിഞ്ഞ് സ്വന്തമായി അപ്പുവിന് നിന്ന് 12 ബ്രാഞ്ചുകളുള്ള ഒരു മൊബൈൽ ഹബ് ഉണ്ട്. കൂടെ ഒരു തിരിച്ചറിവ്: ഭൂമിയിൽ കാരണമില്ലാതെ ഒന്നും സംഭവിക്കില്ല. KMIT, the way towards your success.